നമസ്കാരം. SDP ദേശീയ അധ്യക്ഷനായിട്ടുള്ള MK ഫൈസിയെ ED ദില്ലിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന MK ഫൈസിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള വിശദീകരണം ED നൽകുന്നുണ്ട്. രാജ്യത്തിന്റെ പുറത്തു നിന്ന് വന്നിരിക്കുന്ന ഒരുപാട് പണം അത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നിരവധി ശ്രമങ്ങൾ ഈ MK ഫൈസിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു വാർത്ത വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും പലപ്പോഴായിട്ട് ഒന്ന് മനസ്സിലെങ്കിലും ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അത് എന്താണെന്ന് വെച്ചാൽ SDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇതിന്റെ ഒരു പ്രവർത്തന രീതിയെല്ലാം നമ്മൾക്കറിയാം. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു മറ്റൊരു മുഖമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇവരുടെ ലക്ഷ്യം ഒരു 2047 ആകുമ്പോൾ ഒരു അവരുടേതായിട്ടുള്ള ഒരു ജിഹാദി രാഷ്ട്രം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനിടയിൽ എങ്ങനെയാണ് SDP പോലെയുള്ള സംഘടനയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു സംഭവത്തെ പറ്റി നമ്മൾക്കൊന്ന് പലപ്പോഴായിട്ട് സംശയം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇവരെ പോലെയുള്ള ആളുകൾ ഈ സംഘടനയിൽ ഈ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. SDP പണം കൊടുത്ത് നിരവധി ആളുകളെ, ഹിന്ദു ക്രിസ്ത്യൻ ആളുകളെ ഇതിന്റെ ഭാഗമാക്കാൻ, മെമ്പർഷിപ്പ് കൊടുക്കാനോ അല്ലെങ്കിൽ SDP ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി വലിയ രീതിയിൽ തന്നെ ഇതിനുവേണ്ടി കലാപരിപാടികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതോടൊപ്പം തന്നെ നിലവിൽ ഇതിന്റെ സംസ്ഥാന കാര്യകർത്താക്കളായിട്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടും സെക്രട്ടറിമാരായിട്ടൊക്കെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആളുകൾ കൂടി ഈ SDP ഭാഗമായിട്ട് ഒരുപാട് നാളുകളായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൂടി കൃത്യമായിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഇവർക്ക് ഏതെല്ലാം തരത്തിലാണ് ഈ വ്യക്തികൾക്ക് SDP നിന്ന് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഇവരുടെ ഒരു മുന്നോട്ട് SDP തന്നെ നിന്നു പോകാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ടിനെ ഏതെല്ലാം തരത്തിൽ ഇവരെ നിലനിർത്തി പോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നെല്ലാമുള്ള വിഷയങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ SDP കൃത്യമായിട്ട് ഇതുപോലെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ പർച്ചേസ് ചെയ്യാനായിട്ട് പോപ്പുലർ ഫ്രണ്ട് കൃത്യമായിട്ട് ഫണ്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു വിഷയത്തെ കൂടി കൃത്യമായിട്ട് ED ഇപ്പോൾ പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിൽ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് അവരുടേതായിട്ടുള്ള ഒരു സംവിധാനം കൃത്യമായിട്ട് യഥാർത്ഥത്തിൽ അവരുടെ മുഖം, ആ ഒരു മുഖം മറച്ചു വെച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പോരാട്ടം ഇതിന്റെ ഉള്ളിൽ ഇവർ നടത്തിയിട്ടുണ്ടെന്നുള്ള തർക്കമില്ല. ഇതാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ഏജൻസികൾ കൃത്യമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവരെയും സംബന്ധിച്ച് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. രാജ്യത്തിന്റെ അകത്ത് ഇതുപോലെ ഒരു ഭീകര പ്രവർത്തന സംവിധാനത്തോടു കൂടി വലിയ വളക്കൂറ് ഉണ്ടാക്കുന്ന ചില പ്രദേശങ്ങളിൽ ഇവർക്ക് പഞ്ചായത്തിൽ ഭരണം പോലും ലഭിക്കുന്ന അവസ്ഥകളുണ്ട്. കർണാടകയിൽ പോലും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഭീകരവാദ സംഘടനകൾക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യ നിർവഹണത്തിനായിട്ട് അവർ പണം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പോലും വന്നു ചേരാൻ നമ്മുടെ നാട്ടിൽ ആളുകളുണ്ട് എന്നുള്ള കൂടി. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പോലും ഇപ്പോൾ ജയിലിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ രാജ്യത്ത് ഇന്നുള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഭരണാധികാരികളാണ് ഇന്ത്യ ഇന്ന് കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യ ഇന്ന് ഭരിച്ചു പോകുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള BJP മുതിർന്ന കാര്യകർത്താക്കൾ എല്ലാവരും വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ ഇവരെ എല്ലാവരെയും 1% പോലും വിടാതെ കൃത്യമായിട്ട് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വരാനിരിക്കുന്ന സമയങ്ങളിൽ തിഹാർ ജയിലിൽ കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർക്കൊപ്പം SDP ചേർന്നിട്ട് അവരുടെ കൂടെ സജീവമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി കിടന്ന് അല്ലെങ്കിൽ നടന്നു പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ ഭാവിയിൽ തിഹാർ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇവരൊക്കെ ഇപ്പോൾ പേടിച്ച് വരച്ചിരിക്കുകയായിരിക്കും. അതിന്റെ അടിസ്ഥാനപരമായുള്ള കാര്യം ഇവരുടെ മുന്നിൽ ഉദാഹരണമായിട്ട് 2022 നടന്ന വിഷയവുമായി ബന്ധപ്പെട്ടും പറയാം. കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ഒരാഴ്ച മുന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശീയ അധ്യക്ഷൻ, ജനറൽ സെക്രട്ടറിമാര്, അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാര്, സെക്രട്ടറിമാര്, ജനറൽ സെക്രട്ടറിമാർ ഇവരെയൊക്കെ കൃത്യമായിട്ട് അവരുടെ വീട്ടിൽ വന്നുകൊണ്ട് പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പോൾ SDP എന്ന് പറയുന്ന സംഘടനയുടെ നിലവിലെ നേതാക്കന്മാരും മാറുകയാണ്. അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പോൾ SDP ദേശീയ അധ്യക്ഷനായിട്ടുള്ള MK ഫൈസിയെ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം. കൂട്ടത്തിൽ വരാനിരിക്കുന്ന സമയങ്ങളിൽ പൂർണ്ണമായിട്ട് ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ള ഹിന്ദു ക്രിസ്ത്യൻ ആളുകൾ വലിയ രീതിയിൽ തന്നെ വില കൊടുക്കേണ്ടി വരുന്ന തരത്തിലാണ്. കാരണം ഇതിൽ പ്രവർത്തിച്ചതിന്റെ പേര് ഇതുപോലെ ഒരു പ്രതിസന്ധി തങ്ങൾക്കുണ്ടാകുമെന്ന് ഇത്രയും കാലമായിട്ട് ചിന്തിച്ചിരുന്നില്ല. രാഷ്ട്രീയ പ്രസ്ഥാനമാകുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ പോലെ അല്ലെങ്കിൽ സിമി പോലെയൊന്നും ഒരു
കാരണവശാലും നിരോധിക്കാൻ സാധിക്കില്ലല്ലോ, ഇതിൽ വലിയ രീതിയിലുള്ള നൂലാമാലകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് അല്ലെങ്കിൽ വലിയ ആത്മവിശ്വാസത്തിൽ ഇരുന്ന് കിട്ടണതും വാങ്ങി ഞങ്ങൾക്കിവിടെ സജീവമായിട്ട് നിൽക്കാലോ എന്നുള്ള ചിന്താഗതിയായിരുന്നു രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി കൃത്യമായിട്ട് നിലകൊള്ളാൻ വേണ്ടി ഇവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, എത്രത്തോളം വലിയ രീതിയിൽ ഈ പറയുന്ന രാജ്യത്തിന്റെ ഉള്ളിൽ പോലും രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശത്രുക്കൾ അവർ വലിയ രീതിയിൽ തന്നെ വികസിക്കാനായിട്ട് ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു സജീവമായിട്ടുള്ള കൂട്ടായ്മ സഹകരണം കൂടി ഇവർക്ക് വളക്കൂറായി എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പൊ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇന്ന് രാജ്യം ഭരിക്കുന്ന അധികാരികൾക്ക് സാധിക്കുന്നുള്ളതിൽ ഒരു തർക്കമില്ല. അത്രത്തോളം വലിയ രീതിയിലുള്ള വിഷയങ്ങളാണ് നമ്മുടെ പോപ്പുലർ ഫ്രണ്ടും അല്ലെങ്കിൽ SDP പോലെയുള്ള സംഘടനകൾക്കെതിരെ ഇന്ന് രാജ്യത്തിന്റെ ഭരണാധികാരികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ദില്ലി കലാപമടക്കം, അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ദക്ഷിണേന്ത്യയിൽ ഇവർ നടത്തിയിട്ടുള്ള ഒരു കലാപമുണ്ട്. അത് ബാംഗ്ലൂർ കലാപമാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 4 വർഷങ്ങൾക്ക് മുന്നുള്ള ഒരു ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ദിവസവുമായി ബന്ധപ്പെട്ടും കൃഷ്ണാഷ്ടമി ദിവസത്തിൽ അവിടെയുള്ള ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ സഹോദരൻ ഫേസ്ബുക്കിലൊരു കമന്റ് ഇട്ട അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ശ്രീകൃഷ്ണനെ വലിയ രീതിയിൽ ആശംസകൾ പറഞ്ഞു, അല്ലെങ്കിൽ കൃഷ്ണാഷ്ടമി ദിവസത്തിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിനടിയിൽ വന്നുകൊണ്ട് ഒരു PFI ജിഹാദി ഇയാള് കൃത്യമായിട്ട് പറഞ്ഞത് പൂർണ്ണമായിട്ടും ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ത്രീലമ്പടനാണെന്നുള്ള രീതിയിലൊക്കെയുള്ള അല്ലെങ്കിൽ പെണ്ണുപിടിയനാണെന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു കമന്റാണ് ഇട്ടത്. അപ്പോൾ ഈ കമന്റ് ഇട്ടതിന് എതിരായിട്ട് മറ്റൊരു മറു കമന്റ് ഈ പറയുന്ന സുഡാപ്പിക്ക് കൊള്ളുന്ന രീതിയിൽ ഇട്ട സമയത്ത് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധ തരംഗം ആദ്യം ഉണ്ടാക്കാനായിട്ട് SDP പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ശ്രമിക്കുകയും പിന്നീട് അത് ബാംഗ്ലൂർ വലിയ രീതിയിൽ ഒരു കലാപം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോലീസ് സ്റ്റേഷൻ പോലും കയറി ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. അപ്പൊ ഇതോടുകൂടി തന്നെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, മനസ്സിലായിരിക്കുന്നു, പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ SDP പോലെയുള്ള സംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത് രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണെന്നുള്ള തർക്കമില്ല. അത്രത്തോളം വലിയ രീതിയിലുള്ള പ്രശ്നവും പ്രതിസന്ധിയാണെന്നുണ്ടായത്. ഇത് കൃത്യമായിട്ട് NIA പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. SDP-യുടെ നേതൃത്വം അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ വലിയ രീതിയിലുള്ള ആസൂത്രണമാണ് ബാംഗ്ലൂർ കലാപത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിൽ തർക്കമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഈ കോടതിയുടെ മുന്നിൽ കൊടുത്തു. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് തെളിവുകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേന്ദ്ര ഏജൻസികൾ കോടതിക്ക് മുന്നിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവരിവിടെ കാണിച്ചു കൂട്ടിയിരുന്ന അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് 10 സെക്കൻഡ് കൊണ്ടൊക്കെ ഞങ്ങളെ ശത്രുക്കളെ കൊല്ലുമെന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രസ്താവനകളൊക്കെ നടത്തി പോന്നിട്ടുള്ള ആളുകൾ, അവർ പ്രവർത്തിക്കുന്ന സംഘടന ഇവിടെ എന്നും സുരക്ഷിതമായിട്ട് ഈ രാജ്യത്ത് നിലകൊള്ളും എന്നുള്ള രീതിയിലേക്കാണ് ഇവന്മാർ ചിന്തിച്ചിരുന്നത്. അതിനൊക്കെ ഒരു വലിയ തിരിച്ചടിയായിട്ടാണ് ഇതുപോലെ ഒരു വിഷയം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 22ഓളം സംസ്ഥാനങ്ങളിൽ സജീവമായിട്ട് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയ PFIയും SDP-യും ഇന്ന് പൂർണ്ണമായിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ ഇന്ന് ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം. ആയിരക്കണക്കിന് പ്രവർത്തകർ അവർക്ക് ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലുണ്ട്. അപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങൾ ഭാവിയിൽ എന്തായിരിക്കും എന്നുള്ളത് കൂടി കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ട് തന്നെയായിരിക്കും SDP പോലെയുള്ള അല്ലെങ്കിൽ SDP എന്ന് പറയുന്ന സംഘടനയെ പോലും ഇവിടെ നിരോധിക്കാൻ പോകുന്നത്. കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആളുകൾ, പണം വാങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ കൂടി വരാനിരിക്കുന്ന സമയങ്ങളിൽ തിഹാർ ജയിലിലടക്കം പോയി കിടന്ന് ഉണ്ട തിന്നേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല.